ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചായക്കൊപ്പവും അതുപോലെ കട്ടനൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ പറയുന്നത് അരിപ്പൊടി വറുത്തത് എന്നൊക്കെയാണ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് കമന്റ് ചെയ്തേക്കണേ. ആദ്യം ഞങ്ങൾ എടുത്തേക്കുന്നത് അരിയാണ്. 1/2 കിലോ പുഴുക്കല്ലരിയാണ് ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത്. അരി നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കഴുകി വെച്ചേക്കുന്ന അരിയിലെ ഈർപ്പം മൊത്തം നമുക്ക് പോയി കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ അരി പൊടി വറുത്തത് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞങ്ങൾ ഇവിടെ ഒരു 350 ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന അരിയിലെ ഈർപ്പെല്ലാം പോയതിനു ശേഷം നമുക്ക് അരി വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചേക്കുക. പാൻ ചൂടായതിനു ശേഷം കുറച്ചായിട്ട് അരി വറുത്തെടുക്കുക. അങ്ങനെ കുറച്ചായിട്ട് എല്ലാ അരിയും വറുത്തെടുക്കുക. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരി വറുത്തെടുക്കേണ്ടത്. നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ പരുവം മതിയാവും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ചൂട് മാറാനായിട്ട് വെച്ചിട്ടുള്ള അരിയെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിൽ വറുത്ത് വെച്ചേക്കുന്ന മുഴുവൻ അരിയും ഇട്ട് പൊടിച്ചെടുക്കുക. വറുത്ത് പൊടിച്ചു വെച്ചേക്കുന്ന അരിപ്പൊടിയിൽ നിന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ തേങ്ങ, 2 ടീസ്പൂൺ ശർക്കര എന്നിവയിട്ട് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഫുൾ അരിപ്പൊടിയും ചെയ്തെടുക്കുക. ഇതിപ്പോൾ ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് നമ്മുടെ അരിപ്പൊടി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കുക. ചായക്കൊപ്പവും കട്ടനൊപ്പവും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് കമന്റും കൂടെ ചെയ്ത് ഫീഡ്ബാക്ക് അയച്ചേക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈഫ് വിത്ത് മലയാളീസ്. കൂടെ ഒരു ലൈക്കും കമന്റും. ബൈ.